ഈ തീവെട്ടികൾ നവചോർല സദസ് നടത്തിയതെന്തിന്? ITV ന്യൂസ് എക്സ്ക്ലൂസീവ്. കഴിഞ്ഞ 35 ദിവസം കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും മാധ്യമങ്ങളെയും സമർത്ഥമായി പറ്റിച്ച് നടത്തിയ തീവെട്ടി വിജയന്റെ ഈ തേരോട്ടം എന്തിനു വേണ്ടിയായിരുന്നു? അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? പിണറായിയുടെ കൂടെ അണ്ടിപ്പരിപ്പം കഴിച്ച് നടന്ന സഹതീവെട്ടുകളിൽ പലർക്കും യഥാർത്ഥത്തിൽ ഇയാൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായിരുന്നില്ല. അവർ എസ്കേഷന് പോകുന്ന ലാഘവത്തോടെ കൂടെ പോയി. അത്ര തന്നെ. യഥാർത്ഥത്തിൽ ഇത് ശരിക്കും ഒരു ശ്രദ്ധ തിരിക്കൽ നാടകമായിരുന്നു. പിണറായി ഇട്ട ഇരയിൽ പ്രതിപക്ഷവും BJPയും അടക്കം കൊത്തിയതാണോ, അതോ എല്ലാവരും കൂടിയുള്ള ഒരു ഒത്തുകളിയായിരുന്നോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ യാത്ര കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ഈ യാത്രയിൽ 100 വട്ടം പിണറായി പറയുന്നുണ്ടായിരുന്നു. എങ്കിലും ഏത് വിധത്തിലാണ് ഇത് ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്നത് എന്ന് അന്തംഗമ്മികൾക്ക് പോലും ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നതാണ് വാസ്തവം. ഈ യാത്ര എന്തിനു വേണ്ടിയാണ് നടത്തിയത് എന്ന ഉത്തരം കിട്ടാൻ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് സർക്കാർ സൈറ്റിൽ വന്ന ഈ വാർത്ത വായിച്ചാൽ മനസ്സിലാവും. അതിപ്രകാരമാണ്: ശബരിമല വിമാനത്താവളം ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്കായി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് വേണ്ടി കോട്ടയം ജില്ലയിലെ എരുമേലി സൗത്ത്, മണിമല വില്ലേജുകളിൽ ഉൾപ്പെട്ട 2570 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുവാൻ സർക്കാർ തീരുമാനിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചു. സാമൂഹിക ആഘാത പഠന റിപ്പോർട്ട് പരിശോധിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ടു പോകുവാൻ തീരുമാനിച്ചത്. സംസ്ഥാനത്തിന്റെ പൊതു ആവശ്യം ആണെന്ന് കണക്കിലെടുത്തും പദ്ധതിക്കായി ആവശ്യമുള്ള ചുരുങ്ങിയ അളവിലുള്ള ഭൂമിയാണ് എന്നുള്ളതും ഇതിന് അനുയോജ്യമായ മറ്റു ഭൂമികൾ ലഭ്യമല്ലാത്തതും നിലവിൽ കണ്ടെത്തിയ ഭൂമി വിമാനത്താവളത്തിന് അനുയോജ്യമാണെന്നുള്ള കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ സ്ഥിരീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത് പോലും. 2013 ഭൂമി ഏറ്റെടുക്കലും പുനരധിവാസവും നിയമം അനുസരിച്ച് സാമൂഹിക പ്രത്യാഘാത പഠന റിപ്പോർട്ടിന്മേൽ വിദഗ്ധ സമിതി ശുപാർശ സമർപ്പിക്കുന്ന തീയതി മുതൽ 1 വർഷത്തിനകം സെക്ഷൻ 11 ക്ലോസ് 1 പ്രകാരമുള്ള പ്രാഥമിക വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നുള്ളതാണ് വ്യവസ്ഥ. 2023 ആഗസ്റ്റ് 22-നാണ് വിദഗ്ധ സമിതി ശുപാർശ സമർപ്പിച്ചത്. അതുപ്രകാരം 2024 ഓഗസ്റ്റിൽ തന്നെ ഭൂമി ഏറ്റെടുക്കലിന്റെ പ്രാഥമിക വിജ്ഞാപനം പുറപ്പെടുവിക്കുവാൻ സാധിക്കും. ആയതിനായി ഭൂ ഉടമകളുടെ ഭൂരേഖകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തണം. ഇത്തരത്തിൽ ഭൂരേഖകളുടെ പരിശോധനയ്ക്ക് ശേഷം ഭൂമി സർവേ ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കും. അതിനുശേഷം അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കും. ശബരിമല വിമാനത്താവളത്തിനായുള്ള എല്ലാ നടപടികളും അതിവേഗത്തിൽ സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കും. ആരുടേതാണ് ഈ ഏറ്റെടുക്കാൻ പോകുന്ന 2570 ഏക്കർ ഭൂമിയുള്ള ചെറുവള്ളി എസ്റ്റേറ്റ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ആത്മീയ കൊള്ളക്കാരനായ, സഭയുടെ മറവിൽ കോടികളുടെ കള്ളപ്പണ ഇടപാട് നടത്തുന്ന ബിഷപ്പ് വേഷധാരിയായ KP യോഹന്നാന്റെ കടലാസ് ട്രസ്റ്റുകളിൽ ഒന്നായ അയന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ചെറുവള്ളി എസ്റ്റേറ്റ്. ഹാരിസൺ മലയാളം കമ്പനി ബിലീവേഴ്സ് ചർച്ചിന് വിറ്റ ചെറുവള്ളി എസ്റ്റേറ്റിലാണ് നിർദ്ദിഷ്ട ഈ വിമാനത്താവള പദ്ധതി. എരുമേലി സൗത്ത്, മണിമല വില്ലേജുകളിലായി കിടക്കുന്ന KP യോഹന്നാന്റെ കാശ് കല്ലായി കിടക്കുന്ന ഈ 2570 ഏക്കറാണ് ഇപ്പോൾ ഏറ്റെടുക്കാൻ പോകുന്നത്. എങ്ങനെ? പൊന്നിൻ വില കൊടുത്ത്. കുത്തകപ്പാട്ട കാലാവധി കഴിഞ്ഞ സർക്കാർ ഭൂമി ഹാരിസൺസ് മലയാളം KP യോഹന്നാന് വിറ്റെങ്കിലും ആ ട്രാൻസാക്ഷന് നിയമപരമായി യാതൊരു സാധ്യതയുമില്ല. ഇതുമായി ബന്ധപ്പെട്ട കേസ് മനഃപൂർവ്വം കോടതിയിൽ തോൽക്കുവാനുള്ള അവസരം സർക്കാർ തന്നെ ഉണ്ടാക്കി. ഈ സർക്കാർ വക ഭൂമിയാണ് ഇപ്പോൾ KP യോഹന്നാനുമായി ഒത്തുകളിച്ച് പൊന്നിൻ വിലയ്ക്ക് ഏറ്റെടുക്കുവാൻ പോകുന്നത്. KP യോഹന്നാനുമായി ഈ 2570 ഏക്കർ ഭൂമി കച്ചവടത്തിൽ ഒരു ധാരണയുണ്ടാക്കി അതുമായി ബന്ധപ്പെട്ട നൂലാമാലകളെല്ലാം പരിഹരിച്ച് റെഡിയാക്കുവാനാണ് ഈ 35 ദിവസം നീണ്ട ജനശ്രദ്ധ തിരിക്കൽ പരിപാടി നടത്തിയത്. ഇപ്രകാരം ജനശ്രദ്ധയും മാധ്യമശ്രദ്ധയും തിരിച്ചില്ലെങ്കിൽ ആറന്മുള എയർപോർട്ടിനുണ്ടായ ആ ദുരനുഭവം ഉണ്ടാകും എന്ന് ഭയന്നാണ് ഇപ്രകാരം ഒരു നാടകം ഇവർ കളിച്ചത്. ഏതാണ്ട് 1500 കോടിയുടെ ഭൂമി ഇടപാടാണ് ഇത്. ഇത് നടപ്പിലായാൽ ഇതിൻ്റെ നല്ലൊരു പങ്കും ഇടതു നേതാക്കളുടെ പോക്കറ്റിൽ എത്തിച്ചേരും, അല്പം പാർട്ടിക്കും. പാർട്ടി പ്രതീക്ഷ അർപ്പിച്ച കേരയിൽ പദ്ധതി 3G ആയി. ഇനി ഇറങ്ങിപ്പോകുന്നതിന് മുമ്പുള്ള ഏക പ്രതീക്ഷയാണ് ഈ പദ്ധതി. അതുകൊണ്ടാണ് ഇത്തരമൊരു നാടകം നടത്തി നമ്മെ പറ്റിച്ചത്. അതുകൊണ്ട് കെട്ടേണ്ടവരെ കെട്ടി നിയമപരമായ രേഖകളെല്ലാം ശരിയാക്കി കേന്ദ്രത്തെയും ഇത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് തത്വത്തിൽ ഗോഹെ കണ്ടീഷനിലാക്കി.
അങ്ങനെ നവകേരള യാത്രയുടെ സമാപന ദിനമായ ഇന്ന് തന്നെ സർക്കാർ സൈറ്റിൽ ഇത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. നാം ഒരു കാര്യം ഓർക്കണം, കേരളത്തിൽ നിലവിലുള്ള എത്ര എയർപോർട്ടുകൾ ഇന്ന് ലാഭത്തിലാണ്? ഒന്നുമില്ല. ഉള്ള എയർപോർട്ടുകൾക്ക് പോലും ആവശ്യത്തിന് യാത്രക്കാരില്ല, അവിടെയൊട്ടും നല്ല സംവിധാനങ്ങളുമില്ല. വർഷത്തിൽ 1 മാസം കിട്ടുന്ന ശബരിമല തീർത്ഥാടകരെ പ്രതീക്ഷിച്ച് യാതൊരു ഫീസിബിലിറ്റി സ്റ്റഡിയും നടത്താതെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് അപകടകരമല്ലേ? കടം കൊണ്ട് മുടിഞ്ഞ 1000 രൂപ ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന ഈ നാട്ടിൽ സർക്കാർ മുതൽ മുടക്കിൽ ഇങ്ങനെയൊരു എയർപോർട്ട് ഉടനടി ആവശ്യമുണ്ടോ? ഇതാണോ നമ്മുടെ ഇപ്പോഴുള്ള പ്രയോറിറ്റി കൊടുക്കേണ്ടുന്ന പദ്ധതി? സർക്കാർ അനുമതി മാത്രം നൽകിയാൽ യാതൊരു സർക്കാർ മുതൽ മുടക്കുമില്ലാതെ ഇത്തരം പദ്ധതികൾ മൂലധനം കണ്ടെത്തി നടപ്പിലാക്കുവാൻ പറ്റുന്ന സ്വകാര്യ കമ്പനികൾ ഈ നാട്ടിൽ മുന്നോട്ട് വന്നിരുന്നു എന്ന് നാം മറക്കരുത്. ഓർക്കുക, ഈ പദ്ധതികൾ റെഡിയാക്കിയെടുക്കുവാൻ വേണ്ടി മാത്രമാണ് നാം വയ്ക്കേണ്ട മാമാങ്കമെല്ലാം നടന്നത്. എത്ര കോടി ഖജനാവിൽ നിന്ന് ഇതിനായി പൊട്ടിച്ചു, എത്ര പേർ അടികൊണ്ടു, എത്ര മതിലുകൾ പൊളിച്ചു, എത്ര കോടി രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചു. എന്തിനു വേണ്ടി? ഇവർക്ക് എത്ര പരാതി പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടി, അതിൽ എത്ര എണ്ണം പരിഹരിച്ചു? ഈ തീവട്ടി വിജയൻ ഇതിന് കണക്ക് പറഞ്ഞേ മതിയാകും. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.